നിപ്പ രോഗലക്ഷണങ്ങളുള്ള ആളുകളുടെ സാമ്പിളുകളുടെ ആദ്യഘട്ട പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്നാണ് സൂചന. 13 പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് ലാബിലേക്ക് അയച്ചത്. സമ്പർക്ക പട്ടികയിലുള്ള 175 പേരിൽ 104 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളതാണ്. മലപ്പുറത്തെ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ബിപിൻ സി വിജയൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ബിപിൻ, ഗുഡ് മോർണിംഗ്. ബിപിൻ, യഥാർത്ഥത്തിൽ ഈ നിപ്പ ബാധിച്ച ഒരാളിൻ്റെ മരണശേഷം മലപ്പുറത്ത് വല്ലാത്ത, പ്രത്യേകിച്ച് ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുള്ള പ്രദേശത്തൊക്കെ ചെറിയ ഭീതി പരന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ആളുകൾ മാസ്ക് ധരിക്കുകയും അങ്ങനെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. 2 മാസത്തിനിടെ വീണ്ടും നിപ്പ വന്നത് അതൊരു ആശങ്കയായിട്ട് തന്നെ മലപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മാസ്ക് ഒക്കെ ധരിക്കണം എന്നുള്ളത് ആളുകൾ സ്വമേധയാ ഇപ്പോൾ മാസ്ക് ഒക്കെ ധരിക്കുന്നുണ്ട്. ആ ഒരു ജാഗ്രത ആളുകൾ സ്വയം തന്നെ ഏറ്റെടുക്കുന്നുമുണ്ട്. ഇന്നിപ്പോൾ 13 പേരുടെ സാമ്പിളുകളുടെ ഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉച്ചയോടുകൂടി വരുമെന്നുള്ളതാണ് പറയുന്നത്. ഇവർ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളാണ്. ഈ 23കാരൻ്റെ കുടുംബത്തിലുള്ളവരും അതുപോലെ തന്നെ ചില ആരോഗ്യ പ്രവർത്തകരുമാണ് ഈ 13 പേരിൽ ഉൾപ്പെടുന്നത്. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷനിലാണ് ഉള്ളത്. ഇവരുടെ പരിശോധന മഞ്ചേരി വെച്ചിട്ട് തന്നെ നിപ്പയുടെ പ്രാഥമിക പരിശോധന നടത്തും. അവിടെ നിന്നായിരിക്കും പിന്നീട് കോഴിക്കോടോ അല്ലെങ്കിൽ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ കൊണ്ടുപോകുന്നത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരിക്കും അതിൻ്റെ അന്തിമ ഫലം വരികയും ചെയ്യേണ്ടത്. ഇപ്പോഴും ഫീവർ സർവേ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നു. ഇപ്പോൾ ഇന്നലെ വണ്ടൂർ, തിരുവാലി, അതുപോലെ തന്നെ മമ്പാട് പഞ്ചായത്തുകളിലെ ചില വാർഡുകളിൽ പരിശോധനകൾ നടത്തിയിരുന്നു. അത് ഏകദേശം ഒരു 2000-ഓളം വീടുകളിലാണ് ഇന്നലെ ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ 49 പേർക്ക് പനി കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ മരിച്ച 23കാരനുമായി സമ്പർക്കത്തിലുള്ള ഒരാൾക്ക് മാത്രമാണ് പനി കണ്ടെത്തിയത്. ബാക്കിയെല്ലാം തന്നെ സാധാരണ പനിയായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഉള്ളത്. അപ്പോൾ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ പ്രസിദ്ധീകരിച്ച പോലെ തന്നെ റൂട്ട് മാപ്പ് പുറത്തു വന്നതോടുകൂടി ഇനി ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ അവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം എന്നുള്ളൊരു അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം എവിടെയൊക്കെ ഇദ്ദേഹം പോയി എന്ന് അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ടവർ ലൊക്കേഷൻ, മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ വെച്ചുകൊണ്ടുള്ളൊരു പരിശോധനയാണ് നടത്തിയത്. ഒപ്പം ഇതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ ഒരു 4 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 22-ന് ശേഷം എവിടെയൊക്കെ പോയി, എന്തെല്ലാം കഴിച്ചു എന്നതിനെ സംബന്ധിച്ച്, പഴങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വിശദ പരിശോധന ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി വേണം. അതിൻ്റെ ഭാഗമായിട്ടൊരു 4 ആളുകളെ അതിനുമായി ബന്ധപ്പെട്ടും ആരോഗ്യവകുപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും ഇപ്പോൾ ഈ നിപ്പയുടെ ഒരു ജാഗ്രതയുണ്ട്. കാരണം ഈ വിദ്യാർത്ഥി പഠിച്ചിരുന്നത് ബാംഗ്ലൂരിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഏകദേശം 13ഓളം വിദ്യാർത്ഥികൾ ഇവിടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനൊക്കെ വേണ്ടി വന്നിരുന്നു. അവർ ഇപ്പോഴും കേരളത്തിൽ ക്വാറന്റൈനിൽ തുടരുകയാണ്. 175 പേരാണ് ക്വാറന്റൈനിൽ നിലവിൽ മലപ്പുറം ജില്ലയിൽ തുടരുന്നത്. അതിൽ തന്നെ 104 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോട് കൂടിയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 മാസം മുൻപ് ഒരു 14കാരൻ ഇവിടെ നിപ്പ ബാധിച്ചു മരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രൈമറി കോണ്ടാക്റ്റിലുള്ള ആളുകൾ പോലും നെഗറ്റീവായത് ഒരു ആശ്വാസമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് നടുവത്തും ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ, ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണുണ്ട്, അവിടെ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കുക, മാസ്ക് ധരിക്കുക, ആൾക്കൂട്ടം ഒഴിവാക്കുക. തിയേറ്ററുകളൊക്കെ അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെ നബിദിന ആഘോഷം അവിടെ മാറ്റിവെച്ചിരുന്നു ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന പ്രകാരം. അപ്പോൾ നമുക്ക് ഈ കോവിഡ് കാലത്തൊക്കെ നമ്മളിതൊക്കെ ചെയ്ത് നമുക്ക് നല്ല ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നീങ്ങണം. കാരണം നിപ്പ വൈറസ് കുറച്ച് സ്ട്രോങ് ആണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ. കാരണം അതിൻ്റെ കാഷ്വാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. രജികുമാർ വി പറയുന്നു, പ്രിയപ്പെട്ട SK, ചിങ്ങമാസത്തിലെ ചതയ ദിനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ഇന്ന് കന്നിമാസത്തിലെ ചതയ ദിനമാണ്. അതുകൊണ്ട് അത് തിരുത്തി പറയണം. രജികുമാർ വി, കാട്ടുങ്കൽ, ആലപ്പുഴയിൽ നിന്ന്. തീർച്ചയായിട്ടും രജികുമാർ പറയുന്നത് തന്നെയാണ് ശരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം കടന്നുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്ന് പറഞ്ഞ നാരായണ ഗുരു എന്നും നമ്മുടെ ഗുരുതുല്യൻ ആയിട്ട് തന്നെ അദ്ദേഹം മനസ്സിൽ ജീവിക്കുകയാണ്. കാരണം ഈ മതവും ജാതിപരമായ ചിന്തകളും ഒക്കെ നമ്മളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസക്തി കൂടുതൽ വർദ്ധിക്കുകയാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. കെട്ടില്ലാത്തവർ
തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന് കുമാരനാശാനെ കൊണ്ട് ദുരവസ്ഥയിൽ പറയിച്ച അതേ സാഹചര്യം നിലനിന്ന ഒരു അന്ധകാര യുഗത്തിലാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം വെള്ളി വെളിച്ചം പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ചതും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയതും ഇന്നും ആ സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുകയാണ്. കാരണം പ്രത്യേകിച്ചും ജാതി മത ചിന്തകൾ കൊണ്ട് മനുഷ്യൻ വഴിതെറ്റി നടക്കുന്ന ഒരു കാലത്ത്